ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിലിന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയോ ഇല്ലേന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അറിയുന്ന ആൾക്കാരും കാണുമ്പോൾ എന്നോട് ചോദിക്കും, എങ്ങനെ എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയോ, യൂട്യൂബിലൊക്കെ പൈസ കിട്ടുക തുടങ്ങിയോ, എത്ര കിട്ടും ഒരു മാസം എന്നൊക്കെ എന്നെ അറിയുന്ന കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. മോണിറ്റൈസ് ആയോ ഇല്ലയോ എന്നൊക്കെയാണ് ഞാനിത് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുള്ളൂ. അതിന് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആവശ്യമാണ്. അല്ലെങ്കിൽ 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് 10 മില്യൺ ഷോർട്സിന് വ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ അക്കൗണ്ട് മോണിറ്റൈസ് ആവും. 4000 വാച്ച് അവേഴ്സ് ഇല്ലാതെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ മോണിറ്റൈസ് ആവുക. എൻ്റെ യൂട്യൂബിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്നൊരു ദിവസം ഞാൻ വെറുതെ എൻ്റെ ഒരു റാൻഡായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. അതിന് ഏകദേശം ഒരു ആ ടൈമിൽ എനിക്കൊരു 200 വ്യൂസൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ അറിയൊന്നുമില്ല. പക്ഷെ എന്നാലും അതിലേറെ ബെറ്റർ ആയിട്ടുണ്ട് എൻ്റെ എഡിറ്റിങ്ങൊക്കെ. ഇപ്പോൾ അന്നൊരു റാൻഡമായിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീയിലാണ് ഞാൻ പിടിച്ചു കയറിയത്. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തു ഗെറ്റ് റെഡി വിത്ത് മീസിലെ വീഡിയോസ് ഞാൻ ഇടുന്നു. ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള കാര്യം. എൻ്റെ ഫാമിലീസിനും എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സിനോടും കാര്യങ്ങളും ആരും അറിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനത്തെ വീഡിയോ. പെട്ടെന്നൊരു ദിവസം എൻ്റെ ക്ലാസ് ഗ്രൂപ്പിലൊരു വീഡിയോ വരുന്നു, ഇതെന്താ വിസ്മയകാണേ പറഞ്ഞിട്ട്. അങ്ങനെ പക്ഷെ അവരാരും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല, പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അങ്ങനെ റാൻഡമായിട്ട് എൻ്റെ വീഡിയോ ഞങ്ങൾ കോളേജ് ഗ്രൂപ്പിൽ വന്നിട്ട് അങ്ങനെയാണ് എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് കുറേ ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, കുറേ ആൾക്കാർ അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഗെറ്റ് റെഡി പോയി. ഡെയിലി വീഡിയോസ് ഇടായിരുന്നു. പിന്നെ മടിയൊക്കെ ആയിട്ട് ഞാൻ കുറേ ലാഗായി. എനിക്ക് പിന്നെ മടിയായി. പിന്നെ അധികം വ്യൂസൊന്നും കിട്ടാത്തപ്പോൾ അതിൽ അത്യാവശ്യം 2K 3K വ്യൂസ് ഞാൻ ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം 2K 3K വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിന്. അപ്പം അങ്ങനെ എൻ്റെ ചാനൽ ഇങ്ങനെ ഗ്രോ ആയി തുടങ്ങി. പിന്നെ ഞാനൊരു മേക്കപ്പിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ ടൈമിൽ എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഞാനൊരു റാൻഡമായിട്ട് എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു നോർമൽ വീഡിയോ ഒക്കെ എനിക്ക് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്നല്ലാതെ എൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റാക്കി എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റാക്കി. അപ്പോൾ പോസ്റ്റാക്കി കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം 4-5 ദിവസം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. അതിന് ടൈമും കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കിയിട്ടില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വെറുതെ നിർത്തി നോക്കിയതാണ്. കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഗായ്സ്, എൻ്റെ ആ വീഡിയോക്ക് 98K വ്യൂസ് കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോക്ക് 98K വ്യൂസ്. കുറേ ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു, ബംഗാളികളൊക്കെ ആയിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് പെട്ടെന്ന് എൻ്റെ ചാനൽ തന്നെ തുടങ്ങിയ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ ഫാമിലീസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ചാനലിൽ. പക്ഷെ എനിക്ക് അന്ന് എത്രയോ ഒരു 100-200 സബ്സ്ക്രൈബേഴ്സ് കൂടി. അതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും എനിക്കൊക്കെ അത് വലിയ കാര്യമാണ്. ഞാൻ ആ ടൈമിൽ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് അത്ര കൂടിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ അപ്പം തന്നെ വീട്ടിലമ്മേനെയും എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര വ്യൂസ് കിട്ടി, ഇത്ര ഇതായി എന്നൊക്കെ ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞ് അന്ന് ഭയങ്കര ഹാപ്പി. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാൻ തുടങ്ങി. പിന്നെ എനിക്ക് കോളേജിൽ PGക്ക് ചേർന്ന് പിന്നെ കോളേജിൽ പോകുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. കോളേജ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഇടായിരുന്നു. പിന്നെ മടിയായി അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണം പറഞ്ഞ് ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലോങ് വീഡിയോസ് തന്നെയാണ്. ഷോർട്ട് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യും. എന്നാലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലോങ് വീഡിയോസും ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോനേക്കാളും കൂടുതൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ലോങ് വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്, വാച്ച് അവേഴ്സൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ യൂട്യൂബ് ഞാൻ അത്ര സീരിയസ് ആയിട്ടേ എടുത്തിട്ടുണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അത്ര സീരിയസ് ആയിട്ടേ എടുത്തിട്ടുണ്ടാവില്ല. പിന്നെയാണ് എനിക്ക് ആ ഒരു 98K വ്യൂസ് കയറിയ പിന്നെയാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് ആയത്. എനിക്കും യൂട്യൂബ് ചാനലിൽ വ്യൂസ് കയറും, എനിക്ക് യൂട്യൂബ് എനിക്ക് ശരിയാവും, ഞാനും യൂട്യൂബിലൊരു ഇതിലെത്തും എന്നൊക്കെ എനിക്ക് തോന്നിയത്
ആ ഒരു 98K വ്യൂസ് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്ര സീരിയസ് ആയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ അത് മാത്രമല്ല, എൻ്റെ വീഡിയോയ്ക്ക് 2 മില്യൺ വ്യൂസ് അടിച്ച വീഡിയോ ഉണ്ട്. പിന്നെ 22K 23K എൻ്റെ കുറച്ച് അങ്ങനെ അത്യാവശ്യം കുറച്ച് വീഡിയോസ് റാൻഡം ആയിട്ടുള്ള കുറച്ച് വീഡിയോസിൻ്റെ അങ്ങനെ കുറച്ച് കുറച്ച് കൂടുതൽ വ്യൂസ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ കുറേ ഇടുമ്പോൾ നമുക്ക് വരും, നമുക്ക് ഒരു ടൈം വരും, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും സെറ്റാവും. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ കിട്ടും, എന്തെങ്കിലും ഒരു ദിവസം കിട്ടും. ആ ഒരു ഹോപ്പിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല ഗൈസ്. ഇനിയുണ്ട് കുറച്ചും കൂടെ. എൻ്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവാതെ നമുക്ക് മോണിറ്റൈസ് ആവില്ലല്ലോ ചാനൽ. അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. എനിക്ക് ഇങ്കൊന്നും കിട്ടിയിട്ടില്ല ഗൈസ് ഇതുവരെ. ഏകദേശം ഞാൻ ട്രൈ ചെയ്യും, ഞാൻ മാക്സിമം ഞാനിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം കിട്ടും. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയുള്ളൂ. അന്ന് ചിലപ്പോൾ ആ 98K എനിക്ക് കയറിയിട്ടില്ല എന്നെങ്കിൽ ഞാനിപ്പോഴും ആ യൂട്യൂബ് ഞാൻ അധികം മൈൻഡാക്കാതെ ഞാൻ വിട്ടേനെ. ഇത്രയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ.